എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്, പേര് മോഹൻലാൽ. இதுக்கு மேல நான் எப்படிடா ஸ்வீட்டா கேட்க முடியும்? എന്താ മോനെ? അന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കബ്. മോനെ സ്നേഹിക്കുന്നവളെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. സ്നേഹം കൊണ്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെയല്ല, അച്ഛനെ ഒതുക്കുന്ന അങ്ങനെ ഒതുക്കുക. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെ പോലെ ജീവിതം എനിക്ക് കൈവിട്ടു പോകും. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിടുക. ആംഗിളിൽ ക്യാമറ വെച്ച് യഥാർത്ഥത്തിൽ മോഹൻലാൽ ബൂട്ട് നക്കാതെ തന്നെ ഈ രംഗം ചിത്രീകരിക്കാം എന്നാണ് മോഹൻലാലിനോട് അമരീഷ് പുരിയും പ്രിയദർശനും ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ ഈ രംഗത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട, ഞാനിത് ചെയ്യും എന്ന് തീർത്തു പറഞ്ഞു. ഈ രംഗം ആദ്യ ടേക്കിൽ തന്നെ മോഹൻലാൽ പെർഫെക്റ്റ് ആയി ചെയ്തു കാണിച്ചു. കലാപാനിയിലെ ഏറ്റവും തീവ്രമായ രംഗവും ഇതാണ്. നിങ്ങൾ പറയാൻ എനിക്കൊരു അവസരം തരണ്ടേ? ഓ ഓ അങ്ങനെ. ഓക്കെ ഓക്കെ, ഐ എം സോറി സോറി സോറി. ശരി, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. സീ, ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ? ഒന്നറിഞ്ഞാ കൊള്ളാം. സാവിത്രിക്ക് എന്റെ ഇഷ്ടമായത്. മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ലേ? എന്നോട് പറ ഐ ലവ് യു. കർത്താവേ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്ന കുറ്റമാണോ കർത്താവേ? കർത്താവേ, ഞാൻ ഉണ്ടില്ലേലും ഇവൾക്ക് 7 കോഴ്സ് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, ഞാൻ ഉടുത്തില്ലേലും ഇവൾക്ക് നല്ല തുണി വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, എന്നിൽ കരുണയുണ്ടാകണമേ. ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കർത്താവ്, ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭോ മഹാ.